ഇൻസ്റ്റാഗ്രാമിൽ മലയാളി ഫോളോവേഴ്സ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ മച്ചാന്മാരെ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മലയാളി ഫോളോവേഴ്സ്, അതും കേരള ആക്റ്റീവ് ഫോളോവേഴ്സ്, ബോട്ട് ഫോളോവേഴ്സ് അല്ല, ജെനുവിൻ മല്ലു ഫോളോവേഴ്സ് കിട്ടുന്നൊരു കിഡിലൻ ആപ്പാണ് പരിചയപ്പെടുത്തുന്നത്. കേരള ഫോളോ എന്നാണ് ആപ്പിൻ്റെ പേര്. വീഡിയോ മുഴുവനായിട്ട് കാണണേ. അതേപോലെ ഈ ആപ്പ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമേ തന്നെ നമുക്ക് ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതൊക്കെ പരിചയപ്പെടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും കാണിച്ചിട്ട് ആപ്പ് എങ്ങനെയാണ് ആദ്യം തൊട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ആകുകയാണ്. ഈ ആപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരെ ഫോളോ ചെയ്ത് കോയിൻ കളക്ട് ചെയ്യുക. ആ കോയിൻ വെച്ചിട്ട് നമുക്ക് ഇതിൽ ഫോളോസ് ഇടാം. ഒരു ഫോളോ ആപ്പാണിത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മല്ലു ഫോളോവേഴ്സാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഒരു ആപ്പാണ്. അപ്പോൾ ഞാൻ ഇത് ആദ്യം തൊട്ട് എങ്ങനെയാണ് ഈ ആപ്പിൽ അക്കൗണ്ടൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ ട്രിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഒരാൾ ആദ്യമായിട്ട് ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതെല്ലാം പറഞ്ഞുതരാം. ഞാനിവിടെ ആപ്പ് ഓപ്പൺ ആക്കുകയാണ് മച്ചാന്മാരെ. നമ്മളിവിടെ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് ലോഡായി വരും. ഇവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മച്ചാന്മാരെ. അതിന് ശേഷം ഇങ്ങനത്തെ പേജിലേക്ക് വരും. ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. ഫസ്റ്റ് ബോക്സിനകത്ത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊരു പുതിയ പാസ്വേഡ് ഇവിടെ ഇടുക. അതായത് ഒരു പ്രത്യേകമായിട്ടൊരു അക്കൗണ്ട്, നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തില്ലേ പുതിയതായിട്ട്, അതേപോലെ ഈ കേരള ഫോളോ ആപ്പിന് വേണ്ടി പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം മച്ചാന്മാരെ, ഞാനിവിടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എടുത്ത് നമ്മുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്കിതിനകത്തൊരു അക്കൗണ്ട് ക്രിയേഷൻ ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മേളിൽ കാണാൻ സാധിക്കും നമുക്ക് അവൈലബിൾ കോയിൻസ് വേറെ 0 ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ആപ്പ് പ്രവർത്തിക്കുന്നത് കോയിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് കോയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഫോളോവേഴ്സ് കൂട്ടാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് കോയിൻ കളക്ട് ചെയ്യേണ്ടതെന്ന് പരിചയപ്പെടുത്തി തരാം. കിട്ടുന്ന ഫോളോവേഴ്സ് എല്ലാം റിയൽ മല്ലു ഫോളോവേഴ്സാണ്. ഇതൊരു ഫോളോ പ്രൊമോഷൻ ആപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ഒരു അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യേണ്ടതായിട്ടൊന്നും വരുന്നില്ല. നമ്മുടെ അക്കൗണ്ടൊക്കെ സേഫാണ്. നമുക്ക് എന്തായാലും കോയിൻ എങ്ങനെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ ഏറ്റവും മേളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഏൺ ക്രെഡിറ്റ് എന്നുണ്ട്. ഈ ഏൺ ക്രെഡിറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ കോയിൻ കളക്ട് ചെയ്യുന്ന സെക്ഷനാണ്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏൺ ക്രെഡിറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ വരും. ഇവിടെ ഒരുപാട് അക്കൗണ്ടുകൾ വരും. ഓരോ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നതിന് 2 കോയിൻ വെച്ചിട്ടാണ് കിട്ടുന്നത് കേട്ടോ. കണ്ട, ഈ അക്കൗണ്ട് ഫോളോ ചെയ്ത 2 കോയിൻ കിട്ടും. അതിൻ്റെ താഴെ കിടക്കുന്ന അക്കൗണ്ട് ഫോളോ ചെയ്ത 2 കോയിൻ കിട്ടും. ഇവിടെ 60 അക്കൗണ്ട് വരും. നിങ്ങൾ ഈ 60 ഒരു ദിവസം 60 അക്കൗണ്ടേ വരുള്ളൂ. ആ 60 അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുമ്പോൾ 2 കോയിൻ, 10 പേരെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 20 കോയിൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ 20 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ഫോളോസിനെയും കൂട്ടാം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മളിവിടെ ഫോളോ ആൻഡ് ഏൺ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ ലോഡിങ് ആയിട്ട് ഇങ്ങനത്തെ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ ഓപ്പൺ ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരും. അവിടെ ആ അക്കൗണ്ട് വരും. നിങ്ങൾ ആ അക്കൗണ്ട് ഫോളോ ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് ആപ്പിലേക്ക് വരിക. ആപ്പിലേക്ക് വന്നിട്ട് ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. ഇവിടെ വായിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ ഫോളോ ചെയ്യാതെ വന്ന് ടിക്ക് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കോയിനും കിട്ടത്തില്ല, നിങ്ങളുടെ അക്കൗണ്ട് സസ്പെൻഡ് ആവും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ട് ഈ ബോക്സ് ടിക്ക് ചെയ്യുക. ബോക്സ് ടിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന ഐ കംപ്ലീറ്റഡ് ദിസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് 2 നാണയം കിട്ടുന്നതാണ്. സോ ഇവിടെ കണ്ടോ, ഓപ്പൺ ഓൺ ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്യാത്ത എന്താണെന്ന് അറിയാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം എനിക്ക് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് പോയി ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത അക്കൗണ്ട് ഫോളോ ആൻഡ് വേണ്ടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് വരും. ഇവിടെ ഓപ്പൺ ഓൺ ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോകും. അവിടെ ആ അക്കൗണ്ട് വരും. ആ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഐ കംപ്ലീറ്റഡ് ദിസ് ക്ലിക്ക് ചെയ്താൽ കോയിൻ കയറുന്നതാണ്. സോ എനിക്കിപ്പോൾ ഒരു കോയിനും ഇല്ല. കാരണം എന്താണ്, ഞാൻ ആരെയും ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് എനിക്ക് കോയിനൊന്നും കിട്ടിയിട്ടില്ല. സോ ഞാൻ ഫോളോ ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം കാണിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നതുകൊണ്ടാണ്. സോ ഇപ്പോൾ നിങ്ങൾ ഇത് വെച്ച് ഈ ഒരു ആപ്പ് വെച്ച് 20 കോയിൻ നിങ്ങൾ കളക്ട് ചെയ്തെന്ന് വെച്ചോ. ഈ കളക്ട് ചെയ്ത കോയിൻ വെച്ച് എങ്ങനെ ഫോളോസ് കൂട്ടണമെന്ന് പരിചയപ്പെടുത്തി തരാം. അതിനുവേണ്ടി ഏറ്റവും മേളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഗെറ്റ് ഫോളോവേഴ്സ് എന്നുണ്ട്. ഗെറ്റ് ഫോളോവേഴ്സ് അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതേപോലെ വരും. ഇവിടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. ഏത് അക്കൗണ്ടിലേക്കാണോ മലയാളി ഫോളോസ് വേണ്ടത് ആ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോസ് കിട്ടും. പ്രൈവറ്റ് ആണെങ്കിൽ കിട്ടില്ല. ഓക്കെ, യൂസർ നെയിം എൻ്റർ ചെയ്യുക. ശേഷം ഇവിടെ ക്വാണ്ടിറ്റി എന്നുള്ളൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് എത്ര ഫോളോവറാണ് വേണ്ടതെന്നുള്ളത് എൻ്റർ ചെയ്യുക. സോ ഞാൻ 10 എൻ്റർ ചെയ്യുന്നു. എനിക്ക് 10 ഫോളോവറാണ് വേണ്ടത്. ശേഷം താഴെ കാണുന്ന 10 ഫോളോവേഴ്സിന് 20 ക്രെഡിറ്റ്സ് ആണ് വേണ്ടത്. ശേഷം താഴെ കാണുന്ന ക്രിയേറ്റ് ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ 10 ഫോളോവേഴ്സിനുള്ളത് ഓർഡർ ആവും. നമ്മുടെ ഇവിടെ ഏൺ ക്രെഡിറ്റ് ഇല്ലേ, ഈ ഏൺ ക്രെഡിറ്റിനകത്ത് മറ്റുള്ളവരുടെ ഫോണിൽ നമ്മുടെ അക്കൗണ്ടിൽ ചെന്ന് കിടക്കും. അവർ നമ്മളെ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് കോയിൻ കിട്ടും. അങ്ങനെ മനസ്സിലായില്ലേ?
അപ്പോൾ ഇതൊരു ഫോളോ ആപ്പാണ്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കരുതുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് ഒരു 10 ഫോളോവേഴ്സിന് ഓർഡർ ചെയ്ത് അത് എത്ര ഫോളോവേഴ്സ് കയറിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതിന് വേണ്ടി ഇവിടെ മൈ ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കറിയാൻ പറ്റും എത്ര ഫോളോവറൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്തതിനകത്ത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഈ പണിയൊന്നും ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ കോയിൻ പർച്ചേസ് ചെയ്യുക. അതിന് വേണ്ടി ഇവിടെ ബൈ കോയിൻസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ കാണാൻ സാധിക്കും ബൈ കോയിൻസ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം 1 മിനിറ്റ് മച്ചന്മാരെ, ബൈ കോയിൻസിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. വേണ്ട ബൈ കോയിൻസിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ വരും കണ്ട, 500 കോയിൻസിന് 200 രൂപ, 1200 കോയിന് 400 രൂപ. 1200 കോയിൻ ഉണ്ടെങ്കിൽ 1200 ഫോളോവർ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് മച്ചന്മാരെ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആപ്പാണ്. പിന്നെ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നീ ഫോളോവേഴ്സ് കയറുന്നതിൻ്റെ പ്രൂഫൊന്നും കാണിച്ചില്ലല്ലോ. സോ ഞാൻ അത് കാണിക്കാത്തതെന്ന് വെച്ചാലേ മച്ചന്മാരെ, എനിക്ക് എൻ്റെ ഈ വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാം ലോഗോ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രൂഫൊന്നും കാണിക്കാത്തത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കൃത്യമായിട്ട് പോയി ചെയ്താൽ നിങ്ങൾക്ക് ആക്റ്റീവ് മലയാളി ഫോളോവേഴ്സ് കിട്ടും. ഫേക്ക് ഫോളോവേഴ്സ് ഒന്നുമല്ല, റിയൽ മല്ലു ഫോളോവേഴ്സ്. അപ്പോൾ മച്ചന്മാരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മച്ചന്മാരെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പേജിലേക്ക് വരും. ഇവിടെ ഡൗൺലോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ബൈ മച്ചന്മാരെ.